ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു. പുതിയ 20-ാം നമ്പർ വിസയിൽ ഇപ്പോൾ കുവൈറ്റിലേക്ക് വരുമ്പോൾ എഗ്രിമെന്റ് പേപ്പർ വേണോ? എവിടുന്നാണ് അത് എടുക്കുന്നത്? അതിനെന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് വേണ്ടത്? എത്രയാണ് അവിടെ പേ ചെയ്യേണ്ടത്? എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു. ഇത് ഒരുപാട് പേർക്ക് അറിയുന്നൊരു വിഷയമാണ്. എങ്കിലും അറിയാത്ത ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും SPR കുവൈത്തിന്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ NM കുഞ്ഞി, കുവൈത്തിൽ നിന്നും. എഗ്രിമെന്റ് പേപ്പർ പഴയതുപോലെ തന്നെ ഇപ്പോഴും എടുക്കണം. ആ എഗ്രിമെന്റ് പേപ്പർ എടുത്ത് അതുവഴി വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതില്ലാതെയും വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, മറ്റുള്ള പല വഴികളിലേക്കും കൂടി. പക്ഷെ അങ്ങനെ എടുക്കാതെ വന്നു കഴിഞ്ഞെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞെങ്കിൽ ഇന്ത്യൻ എംബസിക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ലേബർ കോർട്ടിനോ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒത്തിരി സുഹൃത്തുക്കളൊക്കെ ഇത് ഉണ്ടായിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഉണ്ടായിട്ട് അത് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ ഗുണങ്ങളുണ്ട്. എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ എഗ്രിമെന്റ് പേപ്പർ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഒരു പുതിയ 20-ാം നമ്പർ വിസ കിട്ടിക്കഴിഞ്ഞെങ്കിൽ ആ വിസയുമായി നേരെ കുവൈത്ത് സിറ്റി ഷർക്ക് ബഹബാനി ബിൽഡിങ്ങിൽ 19-ാം നിലയിലാണ് ഇതിൻ്റെ ഓഫീസ് ഉള്ളത്. നമ്മളെ അമ്മറ ടവറിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അവിടെ കൊണ്ടുപോയി ഈ വിസൻ്റെ കോപ്പിയോ മതി. അത് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ഫോം തരും. ആ ഫോം ഫില്ല് ചെയ്യാനുണ്ട്. നേരെ സ്പോൺസർക്ക് കൊണ്ടുപോയി സ്പോൺസറിനോട് സൈൻ ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ സൈൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളിത് റിട്ടേൺ അവിടെ കൊണ്ടു കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വേണ്ടത് സ്പോൺസറുടെ സിവിൽ ഐ ഡി കോപ്പി ഫ്രണ്ടും ബാക്കും, അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് വരുന്ന ആളെ പാസ്പോർട്ട് കോപ്പി, അതുപോലെ തന്നെ അവരുടെ ഫോൺ നമ്പർ, അതുപോലെ തന്നെ ആരാണോ ഇവിടുന്ന് വിസ എടുത്തത് അവരുടെ സിവിൽ ഐ ഡി കോപ്പി, ഇത്രയുമായിട്ട് അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞെങ്കിൽ, അപ്പോൾ കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് വിസ നാട്ടിലേക്ക് അയക്കാം. പക്ഷെ ഒരു 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം വിസ നാട്ടിലേക്ക് അയക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഈ വിസയിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ പേരിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരവിടെ നിന്ന് ചെക്ക് ചെയ്ത് നമ്മളോട് വിളിച്ച് പറയും. അപ്പോൾ അത് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നാട്ടിലേക്ക് അയക്കാം. കോളൊന്നും വന്നില്ലെങ്കിൽ അയക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം 20 ദിവസം കഴിഞ്ഞെങ്കിലാണ് നമുക്ക് അവിടുന്ന് എഗ്രിമെന്റ് പേപ്പറും ജോബ് ID എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതും അത് ഒന്നിച്ചിട്ടാണ് തരുന്നത്. അത് കിട്ടും. അപ്പോൾ നമ്മളവിടെ പേ ചെയ്യേണ്ടത് 59 KD ആണ്. 59 KD പേ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഇത് നമുക്കൊരു 20 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടും. നമ്മൾ പോയി മേടിക്കണം. അടുത്ത് മേടിച്ചതിന് ശേഷം നാട്ടിലേക്ക് അയച്ചാൽ മതി. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പുതിയ നിയമം കൂടിയുണ്ട്. മുമ്പൊക്കെ നമുക്ക് എഗ്രിമെന്റ് പേപ്പറും നാട്ടിൽ നിന്ന് വിസയൊക്കെ സ്റ്റാമ്പും മെഡിക്കലും അതുപോലെ തന്നെ PCC എടുത്തും കയറി വരായിരുന്നു. ഇപ്പോൾ അതിലൊരു പുതിയൊരു നിയമം കൂടിയുണ്ട്. 20-ാം നമ്പർ വിസയിൽ വരുമ്പോൾ ഈ എഗ്രിമെന്റ് പേപ്പർ നമ്മൾ നോർക്കൻ്റെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് അത് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണം. അവിടെ പേയ്മെന്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 30,000 രൂപ എന്തോ കെട്ടണം എന്ന് തോന്നുന്നുണ്ട്. 30,000 രൂപയാണ് അവിടെ കെട്ടേണ്ടത്. മുമ്പ് 35 ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 5,000 രൂപ ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് അറ്റസ്റ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞെങ്കിൽ അത് എമിഗ്രേഷൻ ചെയ്യുന്നതാണ്. ചെയ്ത് കഴിഞ്ഞെങ്കിൽ അതുമായിട്ട് നമുക്ക് കുവൈറ്റിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിലുള്ളൊരു ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എഗ്രിമെന്റ് പേപ്പർ എടുക്കാതെ വന്നു കഴിഞ്ഞെങ്കിലുള്ള പ്രശ്നങ്ങൾ എന്താ വെച്ചെങ്കിൽ, ഇവിടെ വന്ന് എന്തെങ്കിലും ഇഷ്യൂസ് ആയി കഴിഞ്ഞെങ്കിൽ എംബസിയിൽ പോയി കഴിഞ്ഞെങ്കിലോ അല്ലെങ്കിൽ ലേബർ കോർട്ടിൽ പോയി കഴിഞ്ഞെങ്കിലോ ഒന്നും അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചെങ്കിൽ, പല ആൾക്കാരും എഗ്രിമെന്റ് പേപ്പർ എടുക്കുമ്പോൾ ഈ എഗ്രിമെന്റ് പേപ്പർ എടുത്തിട്ട് അത് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ താഴെ ആരെ കൊണ്ടെങ്കിലും മസിരികൾ കൊണ്ടോ അല്ലെങ്കിൽ അവരാരെങ്കിലും ഒരു സൈൻ, ഒരു വര പോലത്തെ ഒരു സൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വിഷയം വരുന്ന എവിടെയെന്ന് വെച്ചെങ്കിൽ, ഈ വന്ന ആൾ എന്തെങ്കിലും പ്രശ്നമായിട്ട് എംബസിയിലോ അല്ലെങ്കിൽ ലേബർ കോർട്ടിലൊക്കെ പോയിട്ടാകുമ്പോൾ അവിടെ പോയി കഫീലിനൊക്കെ വിളിച്ച് എഗ്രിമെന്റ് പേപ്പർ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ ഈ സ്പോൺസർ പറയും ചിലപ്പോൾ ഞാൻ സൈൻ ചെയ്തതല്ല, ഇത് എൻ്റെ സൈൻ അല്ല. അപ്പോൾ അവർ സൈൻ ചെക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആരാണോ എഗ്രിമെന്റ് പേപ്പർ എടുക്കുന്നത്, അതായത് നമ്മൾ എഗ്രിമെന്റ് പേപ്പർ എടുക്കുമ്പോൾ ഈ വിസ എടുത്ത ആളാണല്ലോ, അവരുടെ സിവിൽ ഐ ഡി കോപ്പി അവിടെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് പ്രശ്നം വരും. ഇപ്പോൾ അടുത്തായിട്ട് 2 ആൾക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അവർ ഇതേപോലെ തന്നെ എഗ്രിമെന്റ് പേപ്പർ അവർ തന്നെ സൈൻ ചെയ്ത് കൊടുത്തതാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു കാരണവശാലും അങ്ങനെയൊന്നും ചെയ്യരുത്. അങ്ങനെ അഥവാ ചെയ്യുന്നുണ്ടെങ്കിൽ സ്പോൺസറുടെ ലെറ്റർ ഉണ്ടായിരിക്കണം. അവരുടെ അനുമതിയോടുകൂടി മാത്രം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും അങ്ങനെയെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ സാധാരണ ഒരാളുടെ സൈൻ മറ്റൊരാൾ ഇടാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുക. കാരണം പുതുതായി കുവൈറ്റിലേക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഉപകാരപ്പെടും. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയി വരുന്നവരെല്ലാം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.